സിറ്റി ജീനിയസ് ചർച്ചിലെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, അതുപോലെ യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം ബാക്കി ഭാഗങ്ങളാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെ നമുക്ക് ആദ്യം ചിന്തിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. കുറേ പേരുകൾ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ് കേട്ടോ. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസെഫിൻ്റെ മകനെന്നും ജനം വിചാരിച്ചു. യോസെഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി യന്നായിയുടെ മകൻ, യന്നായി യോസെഫിൻ്റെ മകൻ. ഒരുമിച്ച് വായിക്കുക. യോസെഫ് മത്തത്യാസിൻ്റെ മകൻ, മത്തത്യോസ് ആമോസിൻ്റെ മകൻ, ആമോസ് നാഹുമിൻ്റെ മകൻ, നാഹും എസ്ലിയുടെ മകൻ, എസ്ലി നഗായിയുടെ മകൻ, നഗായി മയാത്തിൻ്റെ മകൻ, മയാത്ത് മത്തത്യോസിൻ്റെ മകൻ, മത്തത്യോസ് ഷെമയിയുടെ മകൻ, ഷെമയി യോസെഫിൻ്റെ മകൻ, യോസെഫ് യോദയുടെ മകൻ, യോദ യോഹന്നാൻ്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സെറോബാബേലിൻ്റെ മകൻ, സെറോബാബേൽ ഗൽദിയേലിൻ്റെ മകൻ, ഷൽദിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ധിയുടെ മകൻ, അദ്ധി കോസാമിൻ്റെ മകൻ, കോസാം എൽമാദാമിൻ്റെ മകൻ, എൽമാദാം ഏറിൻ്റെ മകൻ, ഏർ യോശുവിൻ്റെ മകൻ, യോഷ് എലിയേസറിൻ്റെ മകൻ, എലിയേസർ യോരീമിൻ്റെ മകൻ, യോരീം മത്താത്തിൻ്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ഷിമിയോൻ്റെ മകൻ, ഷിമിയോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസെഫിൻ്റെ മകൻ, യോസെഫ് യോനാമിൻ്റെ മകൻ, യോനാം എല്യാഖീമിൻ്റെ മകൻ, എല്യാഖീം മെല്യാമിൻ്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മഥത്തയുടെ മകൻ, മഥത്ത നാഥാൻ്റെ മകൻ, നാഥാൻ ദാവീദിൻ്റെ മകൻ, ദാവീദ് ഇഷായിയുടെ മകൻ, ഇഷായി ഓബേദിൻ്റെ മകൻ, ഓബേദ് ബോവസിൻ്റെ മകൻ, ബോവസ് സൽമോൻ്റെ മകൻ, സൽമോൻ നഹശോൻ്റെ മകൻ, നഹശോൻ അമിനാദാബിൻ്റെ മകൻ, അമിനാദാബ് അഷാമിൻ്റെ മകൻ, അരാം എസ്രോൻ്റെ മകൻ, എസ്രോൻ പാരസിൻ്റെ മകൻ, പാരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിൻ്റെ മകൻ, യാക്കോബ് ഇസഹാക്കിൻ്റെ മകൻ, ഇസഹാക്ക് എബ്രഹാമിൻ്റെ മകൻ, എബ്രഹാം തേരഹിൻ്റെ മകൻ, തേരഹ് നാഹോറിൻ്റെ മകൻ, നാഹോർ സെരൂഗിൻ്റെ മകൻ, സെരൂഗ് രഘുവിൻ്റെ മകൻ, രഘു ഫാലഗിൻ്റെ മകൻ, ഫാലഗ് എബേറിൻ്റെ മകൻ, എബർ ഷലാമിൻ്റെ മകൻ, ഷലാം കൈനാൻ്റെ മകൻ, കൈനാൻ അർഫക്സാദിൻ്റെ മകൻ, അർഫക്സാദ് ഷേമിൻ്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിൻ്റെ മകൻ, ലാമേക്ക് മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിൻ്റെ മകൻ, ഹാനോക്ക് യാരദിൻ്റെ മകൻ, യാരദ് മെലല്യേലിൻ്റെ മകൻ, മെലല്യേൽ കൈനാൻ്റെ മകൻ, കൈനാൻ ഏനോഷിൻ്റെ മകൻ, ഏനോഷ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആമേൻ. പിള്ളേർക്ക് പേരിടാനായിട്ട് ഇഷ്ടം പോലെ പേര്, ആവശ്യത്തിന് പേര് അല്ലേ? ജീവിതത്തിൽ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? ഈ വേദപുസ്തകം വായിക്കുമ്പോൾ സാധാരണ ഈ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും അല്ലേ? മാറ്റിക്കളയും. എന്തോരോ പേരാണ് ഇത് വായിക്കുന്നതെന്നും പറഞ്ഞ് മാറ്റിക്കളയും. പക്ഷേ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഏതായാലും വായിക്കാനായിട്ട് പറ്റി. നമ്മളിവിടെ വായിച്ചത് യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു എന്ന് വായിച്ചാണ് നമ്മൾ തുടങ്ങിയത്. പഴയ നിയമത്തിൽ 30 എന്നത് പലപ്പോഴും ഒരാളുടെ മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷ ആരംഭിച്ച പ്രായമായിരുന്നു. യേശുവും 30 വയസ്സിലാണ് ആരംഭിക്കുന്നത്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഒരുവൻ്റെ നില, ഒരുവൻ്റെ പൊസിഷൻ നിശ്ചയിക്കുന്നത് ജീനിയോളജിയുടെ, വംശാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്. ഒരാൾക്കൊരു പ്രത്യേക പദവി കിട്ടണമെങ്കിൽ, ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൻ്റെയും
പിതൃത്വത്തിൻ്റെയും തെളിവ് വേണം, എന്നാലേ ഒരു പൊസിഷനിലേക്ക് സെലക്റ്റഡ് ആവുകയുള്ളൂ. ഇപ്പം രാജകീയ പുരോഹിത പദവിയൊക്കെ ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളുടെ വംശാവലി, ആ ജീനിയോളജി പ്രോപ്പറായിട്ടുള്ളതാണോ എന്ന് തെളിയിക്കപ്പെടണം. അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ രാജകീയ പുരോഹിതനായിട്ടൊന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയില്ല. നെഹമ്യായുടെ പുസ്തകം 7:63-64 നോക്കിക്കേ, ഒന്ന് വായിച്ചേ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ, ഗിലെയാദിനായ ബെർസില്ലായുടെ മക്കൾ, ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ റൂട്ട് കിട്ടാഞ്ഞതുകൊണ്ട് അവരെ പുരോഹിതരായിട്ട് സെലക്റ്റഡ് ആയില്ല, അവരെ തള്ളിക്കളഞ്ഞു എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ ജീനിയോളജി, യേശുവിൻ്റെ വംശാവലി എഴുതി വയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വായിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കോസ് എഴുതിയിരിക്കുന്ന വംശാവലിയും മത്തായി എഴുതിയ സുവിശേഷത്തിൽ വംശാവലിയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയും വംശാവലി എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള വംശാവലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൂക്കോസ് എഴുതിയ വംശാവലിയിൽ, നമ്മൾ ഈ വായിച്ച വംശാവലിയിൽ എത്ര പേരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ആദ്യം പോലെ ഒന്ന് എണ്ണി നോക്കിയാലോ? എൻ്റെ ദൈവമേ, എണ്ണണ്ട. 76 പേരുടെ പേരുകളാണ്. എത്ര പേരുടെ? 76 പേരുടെ പേരുകളാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലുള്ളത്. മത്തായിയിൽ എത്ര പേരുകളാണെന്നറിയോ? 42 പേരുകളാണ് മത്തായി എഴുതിയ സുവിശേഷത്തിലുള്ളത്. പറഞ്ഞിരിക്കുന്ന പേരുകളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ പല വിശദീകരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 42 പേരുടെ പേരുകളും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 76 പേരുടെ പേരുകളും വരുവാനുള്ള ഈ വ്യത്യാസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പല വിശദീകരണങ്ങളുണ്ട്. ചിലർ പറയുന്നത് മത്തായി ഉദ്ദേശിച്ച റീഡേഴ്സിന്, വായനക്കാർക്കും, ലൂക്കോസ് ഉദ്ദേശിച്ച വായനക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത് എന്നാണ്. അപ്പം ലൂക്കോസിൻ്റെ, ഞാൻ ചോദ്യം ചോദിക്കാം, ലൂക്കോസിൻ്റെ വായനക്കാരാരാണ്? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലൂക്കോസിൻ്റെ വായനക്കാരാരാണ്? ലൂക്കോസിൻ്റെ വായനക്കാർ ജെൻറ്റൈൽസ് ആണ്. ഓക്കെ, ആരാണ്? ജെൻറ്റൈൽസ് ആണ്, വിജാതീയരാണ്. അതുകൊണ്ട് യേശു യോസഫിൻ്റെ മകനെന്ന് ജനം വിചാരിച്ചു എന്നും യേശുവിൻ്റെ ജീനിയോളജി, വംശപാരമ്പര്യം യോസഫിൻ്റെ കൂടി കണ്ടെത്തി യേശു ദാവീദിൻ്റെ പിന്തുടർച്ചയിൽ ജനിച്ച ചരിത്ര പുരുഷനാണെന്നും സ്ഥാപിച്ചിരിക്കുകയാണ് ആ ജീനിയോളജിയിലൂടെ. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ ലൂക്കോസ് ആ ജീനിയോളജി എഴുതി വരുമ്പോൾ ദാവീദിൻ്റെ ജീനിയോളജിയിൽ ലൂക്കോസ് അവസാനിപ്പിക്കുന്നില്ല. മുഴുവൻ യഹൂദന്മാരുടെയും പിതാവായ, ആരാ? എബ്രഹാമിലേക്കും, മുഴുവൻ യഹൂദന്മാരുടെ പിതാവായ എബ്രഹാമിലേക്കും, തുടർന്ന് യഹൂദന്മാരും വിജാതീയരും ഒരുപോലെ വരുവാൻ കാരണമായ ആള് അതാരാ? ആദം വരെ ആ അന്വേഷണം പുറകോട്ട് ചെന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് യേശു എബ്രഹാമിൻ്റെ സന്തതികൾക്ക് മാത്രമുള്ള രക്ഷകനല്ല, മുഴുവൻ മനുഷ്യർക്കുമുള്ള രക്ഷകനാണെന്ന് ലൂക്കോസ് ഈ ജീനിയോളജിയിലൂടെ ഉറപ്പിച്ച് നൽകുകയാണ്. മാത്രമല്ല, നമ്മൾ വായിച്ച 38-ാം വാക്യത്തിൽ, നമ്മൾ വായിച്ച അവസാന വാക്യത്തിൽ അവിടെ പറയുന്നു ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ മനുഷ്യനായി ജനിച്ചത് മാത്രമല്ല, ദൈവത്തിൻ്റെ മകനാണെന്ന പൊസിഷനും കൂടി വ്യക്തമാക്കുന്നതാണ് ആ വാക്യം. എന്നാൽ മത്തായിയുടെ, ലൂക്കോസിൻ്റെ വായനക്കാരാരാന്ന് ഞാൻ പറഞ്ഞേ? ജെൻറ്റൈൽസ്. മത്തായിയുടെ വായനക്കാരാരാണ്? ജ്യൂസ്, യഹൂദന്മാർ. വെരി ഗുഡ്. പ്രധാനമായിട്ടും യഹൂദന്മാരാണ്. മോശയും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞത് ഈ യേശുവിനെ കുറിച്ചാണ് എന്ന് സ്ഥാപിക്കാനാണ് മത്തായി ശ്രമിക്കുന്നത്. ലൂക്കോസിൻ്റെ വായനക്കാർ ജെൻറ്റൈൽസ്, മത്തായിയുടെ വായനക്കാർ
യഹൂദന്മാർ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷ വിവരണം ആരംഭിക്കുമ്പോൾ സാധാരണ യഹൂദ പാരമ്പര്യം അനുസരിച്ച് യേശുവിൻ്റെ ജീനിയോളജി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പം മിശിഹ യഹൂദ രാഷ്ട്രത്തിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാരനുമാണ്. നോക്കിക്കേ, ഉൽപ്പത്തി 22:18 ഒരുമിച്ച് വായിച്ചു നോക്കിക്കേ. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഗലാത്യർ 3:16. എന്നാൽ എബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഇതിൽ നിന്നും മെശിഹ യഹൂദരാഷ്ട്രത്തിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ യേശു യഹൂദ രാജവംശത്തിൻ്റെ സ്ഥാപകനായ ദാവീദിൻ്റെ വംശജനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് തുടർന്ന് വായിച്ചു നോക്കാം. യെശയ്യാ 9:6-7 സുപരിചിതമായ വാക്യമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. നമ്മൾ ഈ വാക്യം പാടാറുണ്ട്. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യത്താതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യത്താതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹ. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ. ചേർന്ന് പാട്. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ. ആമേൻ. യെശയ്യാ 11:1 പറയുന്നു, എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇതിൽ നിന്നെല്ലാം, ഈ ദൈവവചന വാക്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു എബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാരനും ദാവീദിൻ്റെ വംശജനും ആണെന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോ, മത്തായി ജീനിയോളജി എഴുതുമ്പോൾ വിവാഹത്തിൽ യേശുവിൻ്റെ നിയമപരമായ പിതാവ് ആരാണ്? യേശുവിൻ്റെ പിതാവ് ആരാ? യോസഫ്. യോസഫിൻ്റെ ജീനിയോളജിയിൽ നിന്ന് ആരംഭിക്കുന്നു. മനസ്സിലായോ? മത്തായി ജീനിയോളജി എഴുതുമ്പോൾ യോസഫിൻ്റെ ജീനിയോളജിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ലൂക്കോസ് ജീനിയോളജി എഴുതുമ്പോൾ യോസഫിൻ്റെ വംശാവലി അല്ല, യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ജീനിയോളജിയാണ് നൽകിയിരിക്കുന്നത്. ഇത് തീർച്ചയായും യോസഫിൻ്റെ ജീനിയോളജിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ചിലർ ചോദിക്കും, വൈ ഡസ് ലൂക്ക് പ്രസൻറ്റ് എ ഡിഫറെൻറ്റ് ജീനിയോളജി ഫോർ ജീസസ് ദാൻ ദ വൺ ഇൻ മാത്യു? എന്തുകൊണ്ടാണ് ലൂക്കോസ് മത്തായിയുടെ വംശാവലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വംശാവലിയെ അവതരിപ്പിക്കുന്നത്?
മാത്യുവിൻ്റെ ജീനിയോളജി വംശാവലി എബ്രഹാമിൽ നിന്ന് യേശുവിലേക്ക് എത്തുന്നു. ഡിസെൻഡിങ് ഓർഡറാണ്. എബ്രഹാമിൽ നിന്ന് യേശുവിലേക്ക് എത്തുന്നു മാത്യുവിൻ്റെ ജീനിയോളജി, ഡിസെൻഡിങ് ഓർഡറാണ്. ലൂക്കോസ് ജീനിയോളജി യേശു എബ്രഹാം ആദാം, യേശു എബ്രഹാം ആദാം, അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ മാത്യു ജോസഫിൻ്റെ വംശാവലി നൽകുന്നു. ഇത് യേശുവിൻ്റെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്കുള്ള നിയമപരമായിട്ടുള്ള അവകാശം തെളിയിക്കുന്നതാണ്. ലൂക്കോസ് മറിയയുടെ ജീനിയോളജി നൽകുന്നു. ഇത് യേശുവിനെ ഇസ്രായേലുമായിട്ട് മാത്രമല്ല മുഴുവൻ മനുഷ്യരുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ മാത്യു ശലോമോൻ വഴി ദാവീദിൻ്റെ വംശാവലി കണ്ടെത്തുന്നു. മാത്യു 1:6-7 നോക്കിക്കേ. അവിടെ പറയുന്നു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. അപ്പൊ ലൂക്കോസ് നാഥാൻ വഴിയാണ് ആ റൂട്ട് കണ്ടെത്തുന്നത്. ലൂക്കോസ് 3:31 പറയുന്നു, മത്തത നാഥാന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ. അപ്പൊ മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലുള്ള 2 ജീനിയോളജിയും യേശു ദാവീദിന്റെ അവകാശിയായി സിംഹാസനത്തിലേക്ക് തന്നെ എന്ന് തെളിയിക്കുന്നതാണ്. ഓക്കെ, അടുത്ത വേദഭാഗം നോക്കാം. ലൂക്കോസ് 4:1 നമുക്ക് വായിച്ചു നോക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പം യേശു സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും ചെയ്യപ്പെട്ടുവെങ്കിലും തൻ്റെ മിനിസ്ട്രിയിലേക്ക് യേശു പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാത്താനോട് പോരാടേണ്ടതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്. അപ്പം യേശുവിനെ പരീക്ഷിക്കുന്നതിന് ദൈവം പിശാചിനെ അനുവദിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിശാചിന് ദൈവത്തിൻ്റെ അധികാരത്തെ മാറ്റിമറിക്കുവാനായിട്ട് കഴിയുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് പിശാചിനെ ദൈവം ഒരു ഉപകരണമാക്കുകയാണ് ചെയ്തത്. പഴയ നിയമത്തിൽ ഇപ്രകാരം പരീക്ഷ എന്ന ആശയം പലയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 22:12 വായിച്ചു നോക്കിയേ. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകയാൽ നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അതായത് തൻ്റെ ദാസനായ എബ്രഹാമിന് തന്നോടുള്ള വിശ്വാസവും അനുസരണവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതിന് ദൈവം അദ്ദേഹത്തെ പരീക്ഷിക്കുന്നു. ആവർത്തനം 8:2 നോക്കിക്കേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ ഭാഗത്ത് ഇസ്രായേൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അവർ ആ പരീക്ഷയിൽ തോറ്റുപോയി. അതുപോലെ ദൈവപുത്രൻ എന്ന പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള ക്വാളിറ്റീസ്, സ്വഭാവ ഗുണങ്ങൾ യേശുവിലുണ്ടോ എന്ന് നോക്കേണ്ടതിനാണ് ദൈവം യേശുവിനെ പരീക്ഷിക്കാനായിട്ട് അനുവദിച്ചത്. ഈ പ്രോസസ്സിൽ ദൈവം യേശുവിൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തി. ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിശാച് യേശുവിനെ തകർത്ത് കളയുമെന്നതിനാൽ ഈ പരീക്ഷാ സന്ദർഭം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇസ്രായേലിനെ ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ആദ്യജാതൻ എന്നാണ്. ആദ്യജാതൻ. പുറപ്പാട് പുസ്തകം 4:22 പറയുന്നു, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പം ഈ ഇസ്രായേൽ മരുഭൂമിയിൽ 40 വർഷം പരീക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു അനുസ്മരണം പോലെയാണ് യേശു 40 ദിവസം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടത്. ജാതികൾക്ക് പ്രകാശമാകേണ്ട ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി തൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം മരുഭൂമിയിൽ ഒരു ട്രെയിനിങ് നൽകുകയായിരുന്നു. ആവർത്തനം 4:5-8 വരെ ഒന്ന് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി
എൻ്റെ ദൈവമായ യഹോവ, ഒരുമിച്ച് വായിക്കും, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണങ്ങളും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? യെശയ്യാ 42:6-7 നോക്കിക്കേ. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. യെശയ്യാ 52:7-10 വരെ നോക്കിക്കേ. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരൂശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ഇസ്രായേലിന് ദൈവം മരുഭൂമിയിൽ പരിശീലനം നൽകിയെങ്കിലും ട്രെയിനിങ് കൊടുത്തെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിച്ചെങ്കിലും ഇസ്രായേലിനെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇത് ഈ മിഷന് വേണ്ടി അഭിഷിക്തനായിരിക്കുന്നു യേശു. എന്താണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം? അതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച് അയപ്പാനും. അതാണ് നസ്രത്ത് മാനിഫെസ്റ്റോ, യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഈ ദൗത്യത്തിൽ യേശു തോറ്റുപോകുമോ? ഇസ്രായേൽ തോറ്റുപോയി. ഈ വിവരണത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ബാക്കി വേദഭാഗം നമുക്ക് നോക്കാം. ലൂക്കോസ് 4:2-13 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. 3 ടെംപ്റ്റേഷൻസ്, 3 പരീക്ഷകളാണ് യേശു അവിടെ ഫേസ് ചെയ്തത്. നീ ദൈവപുത്രനെങ്കിൽ എന്ന വാക്കുകൾ ഉപയോഗിച്ച് യേശുവിനെ ഒന്ന്
കുരുക്കി തെറ്റ് ചെയ്യിക്കുന്നതിനുള്ള പ്രലോഭനമായിരുന്നു രണ്ട് ടെംപ്റ്റേഷൻസ് അതായിരുന്നു. 4-ാം അധ്യായം 3-ലും 4-9-ലും നീ ദൈവപുത്രനെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അടുത്തത് 4-7 കാണുന്നത് നീ എന്നെ നമസ്കരിച്ചാൽ, അത് സാത്താൻ്റെ കണ്ടീഷനിലുള്ള കാര്യമായിരുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ. ഈ ഓരോ ടെംപ്റ്റേഷൻസിലും പിശാചിൻ്റെ ലക്ഷ്യം പുത്രനായ യേശുവും പിതാവായ ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. 40 ദിവസം ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? 3 ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? 7 ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? 14 ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? 21 ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? 40 ദിവസം ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ, അപ്പം 40 ദിവസം ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴുള്ള ആ വിശപ്പിനെ ചൂഷണം ചെയ്യുവാനായിട്ടാണ് ആദ്യത്തെ ടെസ്റ്റ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അതായിരുന്നു സാത്താൻ്റെ ആദ്യത്തെ ടെസ്റ്റ്. കാരണം അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. അതുപോലെ പുറപ്പാട് പുസ്തകം 16:4 കാണുന്നു, ദൈവം മരുഭൂമിയിൽ ജനത്തിന് അപ്പം നൽകി. പ്രത്യേകിച്ച് യേശുവിന് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളത് കൊണ്ട് മരുഭൂമിയിൽ അത്ഭുതം ചെയ്ത ദൈവത്തിൻ്റെ ആ ശക്തിയെ അനുകരിക്കാനായിട്ട് കഴിയുമല്ലോ എന്നാണ് പിശാച് പറഞ്ഞു വെച്ചത്. അവിടെ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ അത്ഭുതം ചെയ്യാനായിട്ട് പറ്റുമല്ലോ. യേശു എന്നാൽ അതിനെ തള്ളിക്കളഞ്ഞത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം കോട്ട് ചെയ്തുകൊണ്ടാണ്. യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യമാണ്. അപ്പം ഉണ്ടാക്കി കൊടുക്കുവാൻ തനിക്ക് സാധിക്കുമെന്നുള്ളത് യേശു ഒബ്ജക്റ്റ് ചെയ്യുകയായിരുന്നില്ല. നമ്മളിനി പഠിച്ച ലൂക്കോസിൻ്റെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം പുരുഷാരത്തെ തീറ്റി തൃപ്തരാക്കിയപ്പോൾ യേശു ആ ശക്തി ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം തനിക്ക് നൽകിയിട്ടുള്ള ശക്തികളെ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് തൃപ്തി വരാൻ ഉപയോഗിക്കരുതെന്നും പിശാചിൻ്റെ പ്രേരണയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും യേശു തിരിച്ചറിഞ്ഞിരുന്നു. അടുത്ത വാക്യം, പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും യേശുവിന് നൽകാമെന്നാണ് പിശാച് വാഗ്ദാനം ചെയ്യുന്നത്. അവിടെയും യേശു എന്താ ചെയ്ത്? ദൈവവചനം പറഞ്ഞുകൊണ്ട് പിശാചിനെ തള്ളിക്കളയുന്നു. ഇപ്രാവശ്യം ആവർത്തനം 6:13 കോട്ട് ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നു. അപ്പം യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റ് യാതൊന്നിനെയും ആരാധിക്കരുതെന്ന് പറയുകയാണ്. കാരണം സകല അധികാരവും ദൈവത്തിനുള്ളതാണെന്നും ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നും യേശു വിശ്വസിച്ചു. യേശു സാത്താനെ ശാസിക്കുകയും യഹോവയല്ലാതെ മറ്റു ദൈവമില്ല എന്നും അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പം 2 പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് യേശു പിശാചിനെ തോൽപ്പിച്ചപ്പോൾ പിശാച് തൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി വചനം ദുരുപയോഗം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. വചനം ദുരുപയോഗം ചെയ്തുകൊണ്ട് യേശുവിനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, എന്നിട്ട് സങ്കീർത്തനം 91:11-12 അവിടെ ആ വചനം ദുരുപയോഗം ചെയ്യുന്നത് കാണാം. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പിശാചിന് വചനം അറിയാം അല്ലേ? പിശാചിന് വചനം അറിയാം. പിശാച് കോട്ട് ചെയ്തേണ്ട. അപ്പം ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് പിശാച് യേശുവിനോട് ആവശ്യപ്പെടുകയാണ്.
യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിൽ യേശുവിന് പരിക്കേൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നാണ് പിശാച് വാദിച്ചത്, വാക്യം വെച്ചിട്ട്. മനസ്സിലായോ? എന്നാൽ പിശാച് പറയുന്നത് അനുസരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമല്ല, അവിശ്വാസമാണെന്ന് യേശു വിശ്വസിച്ചു. അപ്പൊ തന്നെ സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് പരീക്ഷിച്ചറിയേണ്ട കാര്യമില്ല. ദൈവം വിശ്വസ്തനും അവൻ്റെ വാഗ്ദത്തങ്ങൾ പരീക്ഷണങ്ങൾക്ക് അപ്പുറം വിശ്വസനീയമാണെന്ന് യേശു വിശ്വസിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും? ദൈവം വിശ്വസ്തനാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങൾക്ക് അപ്പുറം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെ പരീക്ഷകൾ തികച്ച പിശാച് കുറേ സമയത്തേക്ക് പിൻവാങ്ങി. ദൈവത്തിൻ്റെ ആദ്യപുത്രൻ ആദാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആദാം പരീക്ഷയിൽ വീണുപോയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മരണം ലോകത്തിൽ പ്രവേശിക്കുകയും സകല മനുഷ്യരെയും ആ മരണം ബാധിക്കുകയും ചെയ്തു. സകലരും ആദാമിൻ്റെ മക്കളായതിനാലും ആദാമിലൂടെ അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാലുമാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് സാത്താനുമായിട്ടുള്ള യേശുവിൻ്റെ എൻകൗണ്ടറിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച് യേശു സാത്താനെ എതിർത്തു നിന്നു. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ദൈവികത പ്രകാരം ജീവിക്കണമോ അങ്ങനെ യേശു ജീവിച്ച് കാണിച്ചു. പാപത്തിൽ വീണുപോയ മനുഷ്യർക്ക് വേണ്ടി യേശു സാത്താൻ്റെ പരീക്ഷകളെ അതിജീവിച്ചു. ഈ പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ ദൈവപുത്രൻ എന്ന നിലയിലും മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള കഷ്ടമനുഭവിക്കുന്ന ദാസൻ എന്ന നിലയിലും യേശുവിന് മുന്നേറുവാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പം ദൈവത്തോടുള്ള അനുസരണത്താൽ താൻ വിശ്വാസത്തിൽ കൂടുതൽ ശക്തനായിട്ട് തീർന്നു. ഇപ്പം കഠിനമായ വലിയൊരു ദൗത്യം, മിഷൻ യേശുവിന് മുമ്പിലുണ്ടായിരുന്നതിനാൽ ആ ഉറച്ച വിശ്വാസം ആവശ്യമായിരുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ക്രൂശിലും യേശു പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും മരണപര്യന്തം യേശു വിശ്വസ്തനും അനുസരണമുള്ളവനുമായിട്ട് നിലകൊണ്ടു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. മരണപര്യന്തം വിശ്വസ്തരും അനുസരണമായിട്ട് ഇരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. യേശു കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, പിന്നെയോ തൻ്റെ മിഷൻ പൂർത്തീകരിച്ച സ്വർഗീയ മനുഷ്യനായിരുന്നു യേശു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ജീവിതത്തിൽ പരീക്ഷകൾ നേരിടേണ്ടവരാണ്. പരീക്ഷകൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ഓരോ പരീക്ഷയും യേശു നേരിട്ടത് ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ ഉപയോഗിച്ചാണ്. ഓരോ പ്രാവശ്യവും വചനം ഉപയോഗിച്ച് പ്രതികരിച്ചപ്പോൾ യേശുവിനെ പരീക്ഷിക്കുന്നതിന് സാത്താന് വേറെ വഴി അന്വേഷിക്കേണ്ടി വന്നു. സങ്കീർത്തനം 119:11 പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഒരുമിച്ച് ചർച്ച ഒന്ന് പറഞ്ഞ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മളത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും നമുക്ക് ജയം നൽകുകയും ചെയ്യും. രണ്ടാമതായി, യേശുവിനെ സാത്താൻ പ്രലോഭിപ്പിച്ചതുപോലെ ദൈവിക ശക്തിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്കും ടെംപ്റ്റേഷൻ ഉണ്ടാകാം. ഉദാഹരണത്തിന് സ്പിരിച്വൽ പവറൊക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കൃപാവരങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതുപയോഗിച്ച് ധനവാന്മാരാകാൻ, അതുപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസും റെപ്യൂട്ടേഷനൊക്കെ കൂടുതൽ വലുതാക്കാനൊക്കെയുള്ള ടെംപ്റ്റേഷൻസ് നമുക്ക് ഉണ്ടാകാം. അത് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്പിരിച്വൽ പവർ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കരുത്. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ശ്രമിക്കണം. മൂന്നാമതായിട്ട്, പൈശാചിക ശക്തിയെ ബഹുമാനിച്ച് പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മുടെ അടുക്കൽ നിന്നും സംഭവിച്ചുകൂടാ. ഞാൻ ആ 3 ടെംപ്റ്റേഷൻസ് റിലേറ്റ് ചെയ്താണ് ഓരോന്ന് കണക്ട് ചെയ്ത് പറയുന്നത്. തിന്മയുടെ ശക്തികളെ നമ്മൾ സേവിക്കാൻ പാടില്ല, അവയ്ക്കെതിരെ പോരാടുകയാണ് ആവശ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. In comparing Matthew chapter 4 verse 1 to 11 with
Luke chapter 4 verse 5 to 12. How do we account for the different order of events in the temptation? മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 12 വരെയും താരതമ്യം ചെയ്യുമ്പോൾ, ആ ടെംപ്റ്റേഷൻസ് താരതമ്യം പ്രലോഭനത്തിലെ ടെംപ്റ്റേഷൻസിൻ്റെ സംഭവങ്ങളുടെ ക്രമവ്യത്യാസം എങ്ങനെ കണക്കാക്കാം മനസ്സിലാക്കി തരാം. അതായത് ലൂക്കോസിൽ ടെംപ്റ്റേഷൻസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു? കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറയുന്നു. ഒന്നാമത്തെ ഏതായിരുന്നു? കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. രണ്ടാമത് എന്താണ് ലൂക്കോസിൽ? ലോകത്തിലെ സകലവും കാണിച്ചിട്ട് അധികാരമൊക്കെ തരാമെന്ന് പറഞ്ഞതാണ് രണ്ടാമത്. മൂന്നാമത് ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടാൻ പറയുന്നത്. ഒന്നാമത്തേത് കല്ലിനോട് അപ്പമായി തീരാൻ പറയുന്നു. രണ്ടാമത്തെ ലോകത്തിലെ സകലവും കാണിച്ചിട്ട് അധികാരമൊക്കെ തരാമെന്ന് പറയുന്നു. മൂന്നാമത്തെ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടാനായിട്ട് പറയുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ. മത്തായി സുവിശേഷത്തിലെ ടെംപ്റ്റേഷൻസിൻ്റെ ഓർഡർ ഒന്നാമത് കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറയുന്നത്, രണ്ടാമത് ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറയുന്നത്, മൂന്നാമത് ലോകത്തിലെ സകലവും കാണിച്ചിട്ട് അധികാരമൊക്കെ തരാം എന്ന് പറയുന്നത്. ലൂക്കോസിൽ എവിടെയാണ് ഓർഡറിൽ വ്യത്യാസം സംഭവിച്ചത്? 2-ലും 3-ലും ആ ഓർഡറിൽ വ്യത്യാസം ഉണ്ടായി. നമ്മുടെ ചോദ്യം എന്താണ്? മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഈ പ്രലോഭനത്തിലെ ക്രമവ്യത്യാസം എങ്ങനെ കണക്കാക്കാം? ചിലപ്പോൾ ചിലർ ചോദിക്കും, വൈരുദ്ധ്യമുണ്ട്, വിരുദ്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരും. മനസ്സിലായ? ക്രമവ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയും. എൻ്റെ ഉത്തരം മത്തായി 4:5 then the devil took him, പിന്നെ പിശാച് അവനെ എന്ന വാക്യത്തിലെ then, പിന്നെ ടോറ്റെ എന്ന ആഡ്വെർബ് ക്രിയാവിശേഷണവും, മത്തായി 4:8 again the devil took him, പിന്നെ പിശാച് അവനെ, ഇവിടെയുള്ള again പിന്നെ പാലിൻ എന്ന ആഡ്വെർബ് ക്രിയാവിശേഷണവും മാത്യു സംഭവത്തെ ക്രോണോളജിക്കലിയാണ്, കാലക്രമത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രോണോളജിക്കലിയാണ് മാത്യു ഈ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. മറുവശത്ത് ലൂക്കോസ് 4:5 ആൻഡ് ദ ഡെവിൾ ടുക്ക് ഹിം, 4:9 ആൻഡ് ഹി ടുക്ക് ഹിം ടു ജെറുസലേം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ്, കൈ എന്ന കൺജങ്ഷൻ, സംയോജനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രലോഭനങ്ങളുടെ, ഈ ടെംപ്റ്റേഷൻസിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ, തുടർച്ചയായ ക്രമം സൂചിപ്പിക്കുന്നില്ല. മത്തായി പ്രലോഭനങ്ങളെ ക്രോണോളജിക്കലി കാലക്രമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ലൂക്കോസ് പ്രലോഭനങ്ങളെ, ടെംപ്റ്റേഷനെ ടോപ്പിക്കലി വിഷയപരമായിട്ടാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. അപ്പം ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി ചോദിക്കുന്ന ആ പ്രലോഭനം ക്ലൈമാക്സ് ഓഫ് ദ ഇവൻ്റ് ആയിട്ട് മാറുകയാണ്. ലൂക്കോസ് 4:13 വായിക്കാം. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടു മാറി. പ്രിയപ്പെട്ടവരെ, സാത്താനെ അതിജീവിക്കുന്നതിനും പരീക്ഷയോട് എതിർക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ കണ്ടു. മനസ്സിലാക്കുക, ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. പറഞ്ഞേ, ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. അതൊരു ക്രിസ്ത്യാനിയുടെ ആയുധവർഗത്തിൻ്റെ ഭാഗമാണ്. സാത്താനോട് എതിർത്ത് നിന്നാൽ സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകും. കാരണം ദൈവവചനം തീ പോലെയാണ്. ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവവചനം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്. ദൈവവചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. ദൈവവചനം മഴയും ഹിമവും എന്ന പോലെയാണ്. ദൈവവചനം പ്രതികാരത്തിൻ്റെ വില്ലാണ്. ദൈവവചനം പ്രതിബിംബിക്കുന്ന കണ്ണാടി പോലെയാണ്. ദൈവവചനം വിശക്കുന്നവർക്ക് ആഹാരമാണ്. ദൈവവചനം ശുദ്ധീകരിക്കുന്ന ജലമാണ്. ദൈവവചനം കിളിർത്തു വളരുന്ന വിത്ത് പോലെയാണ്. ദൈവവചനം വളർച്ച പ്രാപിച്ചവർക്ക് കട്ടിയായ ആഹാരമാണ്. ദൈവവചനം കുട്ടികൾക്ക് പാലാണ്. ദൈവവചനം വിവേചിക്കുന്ന ജീവനും ചൈതന്യവുമുള്ള വാളാണ്. ദൈവവചനം വിശ്വാസം ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദമാണ്. ആമേൻ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. എഴുന്നേറ്റ് നിൽക്കാം.
ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക നാം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക നാം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാം, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാം, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. ഒഴിയൽ നിത്യനാശം കാലിനൊരു പ്രകാശം, ഒഴിയൽ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ, സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ, സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യമവർക്കാഹ്ലാദം, ദൈവമുഖ പ്രസാദം നിത്യമവർക്കാഹ്ലാദം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും വാനവുമില്ലാതാം, ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാം. ലോകങ്ങൾ അവസാനിക്കും വാനവുമില്ലാതാം, ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യനാം. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം, വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ.